യോഗ എന്ന് കേട്ടാൽ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഹഠയോഗ തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. കാരണം ശാരീരികമായ അഭ്യാസങ്ങളോടെ, അതായത് ചില ആസനങ്ങളോടെ നമ്മൾ പരിചയപ്പെടുന്ന യോഗയെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം അത് പറയാം. നമ്മുടെ ശരീരത്തിലൂടെ ഊർജ വ്യവസ്ഥ ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഊർജത്തിൻ്റെ ക്വാളിറ്റി കൂടേണ്ടതായിട്ടുണ്ട്. ഊർജത്തിൻ്റെ എക്സ്പാൻഷൻ അഥവാ അതിൻ്റെ ആധിക്യം അത് ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം നിർവഹിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു നല്ല ക്രമം ഗുരുക്കന്മാർ നമുക്ക് തരുന്നുണ്ട്. അതാണ് ഹഠയോഗ. ഹ ഡ സൂര്യ ചന്ദ്ര ബാലൻസാണ് നമ്മൾ നടക്കുക. ഒരു മനുഷ്യൻ്റെ വലതുവശം സൂര്യഭാഗമായിട്ടും ഇടതുവശം ചന്ദ്രഭാഗമായിട്ടുമാണ് കാണുന്നത്. അതായത് ഒരു മനുഷ്യന് തന്നെ സൂര്യനും ചന്ദ്രനും ഉണ്ട്, ഒരു മനുഷ്യന് തന്നെ ആണും പെണ്ണും ഉണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ അപ്പർ പോർഷൻ ആണായിട്ടും ലോവർ പോർഷൻ സ്ത്രീയായിട്ടുമാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് ഈ ശരിയായ ഒരു അഭ്യാസം കൊണ്ട് നമ്മൾ കുനിയുക, നൂരുക, ഒരു വശത്തോട്ട് തിരിയുന്നതിന് അത്രയും ആ രീതിയിൽ തന്നെ അടുത്ത വശത്തേക്ക് തിരിയുക, കാലുകൾ ഉയർത്തുക, കൈ ഉയർത്തുക, ഇതെല്ലാം ചെയ്യുമ്പം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ഇടത് വലതുകൾ ബാലൻസ്ഡ് ആവും. അപ്പർ പോർഷനും ലോവർ പോർഷനും തമ്മിൽ ബാലൻസ് ആവും. താഴെയുള്ള എനർജിക്ക് ഈസി ആയിട്ട് മുകളിലേക്ക് ഒഴുകിയെത്താൻ സാധിക്കുന്നു. മുകളിൽ തങ്ങി നിൽക്കുന്ന ഊർജ്ജത്തിന് താഴേക്ക് വ്യാപനം ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നു. അങ്ങനെ മലീനസമായ ഊർജ്ജം പെട്ടെന്ന് പുറന്തള്ളിപ്പോകുന്നു. ഫ്രഷ് റിവൈറ്റലൈസിങ് എനർജി അബ്സോർബ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാകുന്നു. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉന്നതമായ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് അനിവാര്യമായ കാര്യമാണ്.